എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDFന്റെ മദ്യനയം തള്ളി രമേശ് ചെന്നിത്തല. നയം രാഷ്ട്രീയമായി ഗുണം ചെയ്തില്ല, പുനഃപരിശോധിക്കേണ്ടത് പാർട്ടി. നയം ജനം അംഗീകരിച്ചതെന്ന് VM സുധീരൻ, തിരുത്തേണ്ടതില്ലെന്ന് KPA മജീദ്. നിലപാട് വ്യക്തമാക്കാൻ UDFനെ വെല്ലുവിളിച്ച് TP രാമകൃഷ്ണൻ. കശ്മീർ വീണ്ടും സംഘർഷഭരിതം. പോലീസ് വെടിവെപ്പിൽ ഇന്ന് 7 പേർ കൊല്ലപ്പെട്ടു. മരണം 67ആയി. സാർക്ക് സമ്മേളനത്തിനുള്ള പാക് സന്ദർശനം അരുൺ ജെയ്റ്റ്ലി റദ്ദാക്കി. ബലൂചിസ്ഥാനിൽ പാക് വിരുദ്ധ പ്രക്ഷോഭം കനക്കുന്നു. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിലെ കുറ്റപത്രത്തിൽ നിന്ന് സലിം രാജിനെ ഒഴിവാക്കിയതിൽ ദുരൂഹത. സലിം രാജ് ഗുരുതര കുറ്റങ്ങൾ ചെയ്തുവെന്ന് കാട്ടി CBI സർക്കാരിന് നൽകിയ റിപ്പോർട്ട് പുറത്ത്. കോടതിയിലെത്തിയപ്പോൾ കുറ്റങ്ങളെല്ലാം ഒഴിവായി. കോഴിക്കോട്ടെ താരനിശ പൂർത്തിയാക്കാൻ TA റസാഖിന്റെ മരണം മൂടിവെച്ചെന്ന ആക്ഷേപം. പരിപാടി പൂർത്തിയാക്കാൻ റസാഖിന്റെ മൃതദേഹം വഴിയിലിട്ടുവെന്ന് അലി അക്ബർ. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ഒളിമ്പിക്സിൽ ഇന്ന് മെഡൽ പ്രതീക്ഷയുമായി PV സിന്ധു ക്വാർട്ടർ പോരാട്ടത്തിനിറങ്ങും. ഉസൈൻ ബോൾട്ടിന്റെ 200 മീറ്റർ ഹഡിൽസ് 200 മീറ്റർ മത്സരം ഇന്ന്. UDFന്റെ മദ്യനയത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത്. മദ്യനയം തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ഗുണം ചെയ്തില്ല എന്ന് ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ ചെന്നിത്തലയുടെ പ്രസ്താവന KPCC പ്രസിഡന്റ് VM സുധീരനും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദും തള്ളിക്കളഞ്ഞു. ചെന്നിത്തല പറഞ്ഞതാണോ UDF നിലപാടെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ ചോദിച്ചു. UDF സർക്കാരിന്റെ മദ്യനയം പൂർണ്ണമായും ഗുണം ചെയ്തിട്ടില്ല. കുറച്ചു പേരെ മാത്രമേ മദ്യനയം സ്വാധീനിച്ചിട്ടുള്ളൂ. മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയാണ് പുതിയ നയം കൊണ്ടുവന്നത്. എന്നാൽ കേരളീയ സമൂഹം എത്രമാത്രം ഉൾക്കൊണ്ടെന്നത് പ്രശ്നമാണ്. മദ്യനയം UDFന് അനുകൂലമായ വോട്ടായി മാറിയില്ലെന്നും കലാകൗമുദി വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രമേശ് ചെന്നിത്തല തുറന്നു പറയുന്നു. മദ്യനയം വേണ്ടത്ര രീതിയിൽ ഏറ്റില്ലെന്ന് പറയുന്ന ചെന്നിത്തല നയത്തിൽ പുനരാലോചന നടത്തേണ്ടത് പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. മദ്യനയം തുടരണമെന്ന് താങ്കൾ പറയില്ലല്ലോ എന്ന ചോദ്യത്തിന് പാർട്ടി ഫോറത്തിൽ നിലപാട് വ്യക്തമാക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയിരിക്കുന്നത്. അതേസമയം മദ്യനയം എല്ലാവരും കൂട്ടായി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തിയ ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ച് സർക്കാർ കൊണ്ടുവന്ന നയത്തെ പൂർണ്ണമായി പിന്തുണച്ചിട്ടുള്ളതാണ്. അത് ജനസമൂഹത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത് ഉറച്ച വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. മദ്യനയമല്ല തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്നും മദ്യനയം തിരുത്തേണ്ട ആവശ്യമില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ് പ്രതികരിച്ചു. UDF കമ്മിറ്റി കൂടി എടുത്തൊരു മദ്യനയമുണ്ട്. ആ മദ്യനയത്തിൻ്റെ കൂടെയാണ് മുസ്ലിം ലീഗ് പാർട്ടി ഉള്ളത്. അതിൽ യാതൊരു ഭേദഗതിയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിന് ഭേദഗതിയെ സംബന്ധിച്ച് വീണ്ടും ഒരു ഡിസ്കഷൻ വന്നിട്ടില്ല. വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ മദ്യനയം സംബന്ധിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞത് UDF നിലപാടാണോ എന്ന് വ്യക്തമാക്കണമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണനും ആവശ്യപ്പെട്ടു. രമേശ് ചെന്നിത്തല പറയുന്ന നിലപാടാരതാണ്? കോൺഗ്രസിന്റെ നിലപാടാണോ? UDFന്റെ നിലപാടാണോ? അത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം. രമേശിന്റെ പുതിയ നിലപാടിന്റെ പൊരുളെന്ത്? ചർച്ചയിൽ സണ്ണി ജോസഫ് MLA, ആനത്തലവട്ടം ആനന്ദൻ CPIM, ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് KCBCയുടെ സിറോ മലബാർ സഭയുടെ വക്താവ്, അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച്. ആദ്യം ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, മദ്യനയം ജനം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അത് ഉണ്ടായില്ല. പുനരാലോചിക്കണോ എന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്താണ് ചർച്ച നടത്തേണ്ടത്. ഇതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജനം സ്വീകരിച്ചില്ല നയത്തെ എന്നുള്ളത് വ്യക്തമാണല്ലോ. UDF മുന്നണിക്കകത്തും മദ്യനയം സംബന്ധിച്ച ഒരു പുനരാലോചന വേണോ? ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ മദ്യനയം പ്രഖ്യാപിച്ചത് ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷമാണ്. അതിന് ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരും ചർച്ച ചെയ്ത് കേരളത്തിന് അനുഗുണമാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് ആ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല എന്ന് മാത്രമല്ല, ആ മദ്യനയം തിരുത്തണമെന്നൊരു അഭിപ്രായം ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുമില്ല. ശ്രീ സണ്ണി ജോസഫ്, എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ മദ്യനയത്തിൽ അപാകതയുണ്ട് എന്ന് തോന്നുന്നത്? മദ്യനയം UDF സർക്കാർ 1.5 വർഷം നടപ്പാക്കി. അതിനുശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങളിലൊന്ന് ഈ മദ്യനയത്തിൻ്റെ മേന്മയായിരുന്നു. ഇപ്പോൾ ഇക്കാര്യത്തിലൊരു പുനരാലോചന നടത്തുന്നത് പാർട്ടി ആലോചിക്കും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു തോന്നൽ? മദ്യനയം നടപ്പിലാക്കിയത് വഴി കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. മദ്യപാനത്തിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്, മദ്യ ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മദ്യ നിരോധനം അല്ലെങ്കിൽ ബാറുകളുടെ പൂട്ടലുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് അത് ദോഷം ചെയ്തു എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസിലെ ഒരു പ്രബലമായിട്ടുള്ള വിഭാഗത്തിനുണ്ട്.
പാർട്ടിയുടെ വിവിധ ഫോറങ്ങളിലെ ചർച്ചകളിൽ മദ്യപിക്കാത്ത ആളുകൾ പോലും, മദ്യവർജനം ആഗ്രഹിക്കുന്ന ആളുകൾ പോലും, മദ്യനിരോധനം ആഗ്രഹിക്കുന്ന ആളുകൾ പോലും ആ പോളിസിയും അതിന്റെ ഇംപ്ലിമെന്റേഷനും പൊളിറ്റിക്കലായി, ഇലക്ടറലായി കോൺഗ്രസിനും UDF-നും ദോഷം ചെയ്തു എന്ന ഒരു വിലയിരുത്തലിന് പലപ്പോഴും അവര് തയ്യാറായിട്ടുണ്ട്. അതായിരിക്കണം പ്രതിപക്ഷ നേതാവിനെയും അത്തരത്തിൽ അതിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്ട് പരിഗണിക്കുമ്പോൾ വേണ്ടത്ര ഗുണം ചെയ്തില്ല എന്ന ഒരു ധാരണ അല്ലെങ്കിൽ വിലയിരുത്തലിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചു. പക്ഷേ ശ്രീ സണ്ണി ജോസഫ്, തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ പ്രതികരണം വരുന്നത് ഒരു സവിശേഷമായ ഘട്ടത്തിലാണ്. ഈ സർക്കാരിലെ ടൂറിസം മന്ത്രി മുഖ്യമന്ത്രിക്ക് ടൂറിസം വരുമാനത്തിൽ ഗണ്യമായ ഇടിവുണ്ടായിരിക്കുന്നു ഇപ്പോഴത്തെ മദ്യനയം കൊണ്ട് എന്നൊരു കത്ത് നൽകുന്നു. ഇപ്പോഴത്തെ എക്സൈസ് മന്ത്രിക്കും മദ്യനയം പ്രയോജനകരമല്ല എന്ന നിലപാടാണുള്ളത്. ഈ സർക്കാരിൻ്റെ മദ്യനയം വരുമ്പോൾ കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച നയത്തിൽ നിന്ന് കാതലായ വ്യതിയാനം ഉണ്ടാകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇരിക്കെ അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം അവർക്കൊരവസരം ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിലേക്ക് എന്തിനാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് തന്നെ ബാക്ക് ഫൂട്ടിൽ കളിക്കുന്നത്? ഇല്ല, ഇതിന്റെ അകത്തുള്ള ഈ മദ്യനിരോധനത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ബാറുകൾ അടച്ചതിന്റെ ഫലമായിട്ടുള്ള സോഷ്യൽ ഇമ്പാക്ട് എന്ത് എന്ന് അസസ് ചെയ്യാൻ പലപ്പോഴും മലയാളികളും തയ്യാറാകുന്നില്ല. വ്യാപകമായിട്ട് മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റ് ലഹരി തേടി പ്രത്യേകിച്ച് അയൽ പ്രദേശങ്ങളിൽ, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി വസ്തുക്കൾ കൊണ്ടുവരാൻ, വ്യാജ ലഹരി പദാർത്ഥങ്ങളുടെ ഉൽപ്പന്നം, അതിന്റെ ഉപഭോഗം കൂടാൻ, മറ്റ് വസ്തുക്കൾ, ഇതിനെയെല്ലാം സംബന്ധിച്ചുള്ള പരാതികളും അല്ലെങ്കിൽ ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും വ്യാപകമായി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഒരു പൊളിറ്റിക്കൽ ലീഡർ കൂടിയാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഈ നിരോധനവുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ തർക്കവിതർക്കങ്ങളിൽ ഈ പോളിസിയുടെ സത്ഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത് എന്നതുകൊണ്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടമുണ്ടായില്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഞങ്ങളുടെ ഇടയിലുണ്ട്. റൈറ്റ്, അതാണ് പ്രതിഫലിപ്പിച്ചത് എന്ന് കരുതുന്നു. തുടരണം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, മദ്യനയം നടപ്പാക്കിയതുകൊണ്ട് രാഷ്ട്രീയമായി കോൺഗ്രസിനോ UDF-നോ നേട്ടമുണ്ടായി കാണില്ല. പക്ഷേ സാമൂഹികമായി കേരളത്തിനാകെ തന്നെ നേട്ടമുണ്ടായിട്ടുണ്ടല്ലോ. മദ്യലഭ്യത കുറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വർഷം 8%, പിന്നീടുള്ള വർഷം 9%. അങ്ങനെ ഏതാണ്ട് 40 ലക്ഷത്തോളം കേസ് മദ്യത്തിൻ്റെ വിൽപ്പന കുറഞ്ഞിരിക്കുന്നു 2013 താരതമ്യം ചെയ്താൽ. അങ്ങനെ സാമൂഹികമായി നന്മയുണ്ടായിട്ടുള്ള ഒരു കാര്യം പിൻവലിക്കേണ്ട, അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട എന്തെങ്കിലും സാഹചര്യം ഈ സർക്കാരിനുണ്ടോ? മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞു എന്നുള്ള കണക്ക് ശരിയേ അല്ല. ലിക്കറിൻ്റെ, ബിയറിൻ്റെയും ബ്രാൻഡിയുടെയും വിൽപ്പന അല്പം കുറവ് വന്നിട്ടുണ്ട്. അതേസമയം വൈനിൻ്റെയും ബിയറിൻ്റെയും വിൽപ്പന കൂടി. 2013-14 അന്ന് വെച്ചിരുന്ന 92 ലക്ഷം കേസ് വിറ്റിരുന്നത് 15-16 ആയപ്പോൾ 154 ലക്ഷം കേസ് ബിയറാണ് വിറ്റത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ചരസ്, കഞ്ചാവ്, മയക്കുമരുന്നു, എന്തെല്ലാം ലഹരി സാധനങ്ങളാണ് ഇപ്പോൾ പകരം സബ്സ്റ്റിറ്റ്യൂട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ അത് തടഞ്ഞാൽ പോരെ? ചരസും കഞ്ചാവും ഒക്കെ തടയണം, ബിയർ വിൽപ്പന നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതല്ലാതെ പഴയ കാര്യം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ലല്ലോ. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ വിശദീകരണം തുടങ്ങിയാൽ എന്താ ചെയ്യുക? ഞാൻ ആദ്യം പറഞ്ഞു തരട്ടെ. അപ്പം മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല. മദ്യത്തിൽ ഇത് ബിയറും വൈനും എല്ലാം ലിക്കർ കണ്ടന്റ് ഉള്ളതാണ്. കള്ളിന് 8% ലിക്കർ കണ്ടന്റേ ഉള്ളു. ഇതാണെങ്കിൽ 14% ബിയറിന്. അപ്പം മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞു എന്ന് പറയുന്നത് ഇത് മദ്യമല്ലേ? അല്ലെന്നുള്ള അഭിപ്രായം ഉണ്ടോ? പിന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വരുന്നത്, മാഹിയിൽ നിന്ന്, പാണ്ടിച്ചേരിയിൽ നിന്ന്, തമിഴ്നാടിൽ നിന്ന് ഒക്കെ കടന്നു വരുന്ന മദ്യം, ഇതൊന്നും കണക്കിൽപ്പെടില്ല. ബിവറേജ് കോർപ്പറേഷൻ വിറ്റതിൻ്റെ കണക്കാണ് ഇപ്പോൾ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കൂടിയിട്ടേ ഉള്ളു. 2, രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പം തോന്നി, ഇത് അദ്ദേഹം തോന്നിയത് തന്നെ കോൺഗ്രസിലൊരു നല്ല വിഭാഗത്തിന് ഇത് പമ്പർ വിഡിത്തമാണ് കാണിക്കുന്നതെന്നുള്ളത്. 380 ബാർ 412 ബാർ പൂട്ടാൻ തീരുമാനിച്ചപ്പോൾ രമേശ് ചെന്നിത്തല VM സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള തർക്കത്തിന്റെ ഫലമായിട്ടല്ലേ ഒരു സുപ്രഭാതത്തിൽ ഒരു ചർച്ചയുമില്ലാതെ തിടുക്കത്തിൽ, ഇവിടെ നേരത്തെ പറയുന്നതായിട്ട് വേണ്ടത്ര ചർച്ച ചെയ്തിട്ടാണ് UDF ഇത് തീരുമാനമെടുത്തത്. ഒരു ചർച്ചയും നടക്കാതെ
പരസ്യമായി പ്രഖ്യാപിക്കല്ലേ, മുഴുവൻ ബാറും പൂട്ടാൻ തീരുമാനിക്കല്ലേ. അതിൻ്റെ തിക്തഫലമാണ് കിടന്ന് അനുഭവിക്കുന്നത്. രാജ്യത്തിൻ്റെ വരുമാനത്തിൽ നല്ല ഇടിവുണ്ടായി, ടൂറിസ്റ്റ് വികസനം മരവിക്കുന്ന ഒരു സ്ഥിതിയെത്തി, ആയിരക്കണക്കിന് തൊഴിലാളികളുടെ കുടുംബം നാനാവിധമായി, അവർ ഏതാണ്ട് ആത്മഹത്യ ചെയ്യുന്ന പലതും 7 എണ്ണം ആത്മഹത്യ ചെയ്തു. അവർക്ക് അവരെ പുനരധിവസിപ്പിക്കാനെന്ന് പറഞ്ഞ് കാശ് പിരിച്ചു. 244 കോടി രൂപ പ്രത്യേക സെസ് എന്ന് പറഞ്ഞ് പിരിച്ചു. 40 പൈസ ചെലവഴിച്ചിട്ടില്ല. ഇതിപ്പോൾ ദ്രോഹം ചെയ്യാനുണ്ടോ? ഇതൊക്കെ ചെയ്തിട്ട് പറയുകയാണത് വലിയ ജനക്ഷേമമാണ് പോലും. ആ ജനക്ഷേമം ജനങ്ങൾ അംഗീകരിച്ചില്ല. അതാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം. മനസ്സിലായി. അതാണ് ഇക്കാര്യത്തിലെ ഇടതുപക്ഷത്തിന്റെ പോയിന്റ് വ്യക്തമാണ്. ശ്രീ കെ അച്യുതൻ, കോൺഗ്രസ് നേതാവ് ടെലിഫോണിൽ. ശ്രീ കെ അച്യുതൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മദ്യനയവുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ തോൽവി പിണയുമെന്ന് താങ്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു. അതിന്റെ ഉത്തരവാദി ഈ മദ്യനയമായിരുന്നോ? അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത് മദ്യനയം എന്ന് മാത്രം പറയാൻ കഴിയില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. ഈ മദ്യനയം എന്ന് പറഞ്ഞാൽ ഈ ബാറുകൾ പരിപൂർണമായി വേണ്ട വെച്ചതിനോട് ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ബ്രൂവറേജസിന്റെ ഔട്ട്ലെറ്റുകളും നമ്മൾ വേണ്ടാന്ന് വെച്ചത് കൊണ്ട് ഒറ്റയടിക്ക് കുറെ എണ്ണം വേണ്ട വെച്ചു എന്നുള്ളത് കൊണ്ട് ഇത് ഒറ്റയടിക്ക് മദ്യം കഴിക്കുന്ന ആളുകളെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് കുറച്ച് ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത് ശ്രീ കെ അച്യുതൻ, കോൺഗ്രസിന്റെ നേരത്തെയുള്ള പ്രതീക്ഷകൾക്ക് തീർത്തും കടകവിരുദ്ധമല്ലേ? ഈ മദ്യനയം നടപ്പാക്കിയ സർക്കാരിന് ഒരവസരം കൂടി, കേരളത്തിലെ സ്ത്രീകളുടെ കണ്ണീരൊപ്പിയ സർക്കാരിന് ഒരവസരം കൂടി എന്ന് രാഷ്ട്രീയമായി മദ്യനയത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കിയിട്ട് നേരെ എതിർഫലമാണ് ഉണ്ടായത് എങ്കിൽ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് മാതിരി പാർട്ടിക്കകത്തൊരു പുനരാലോചന വേണ്ടിവരില്ലേ? അല്ല, അതൊക്കെ ഞാന് അതിനെക്കുറിച്ച് പറയാൻ ആധികാരികമായി പറയാനുള്ള ഒരാളല്ല ഞാൻ. പാർട്ടിയുടെ നേതാക്കന്മാരെ KPC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവെല്ലാം കൂടി ആലോചിച്ച് അവരെടുക്കേണ്ട തീരുമാനം എന്താണോ അതിനനുസരിച്ച് നിൽക്കല്ല. എനിക്ക് സ്വന്തമായൊരു അഭിപ്രായം പറയാൻ ഇതിൽ കഴിയില്ല. ശരി, താങ്കൾ ദയവായി തുടരണം. എനിക്ക് ചില ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജേക്കബ് ജോർജ്, എങ്ങനെയാണ് ഈ മദ്യനയം ഉണ്ടായത് എന്ന് നമുക്കറിയാം. ചരിത്രം എന്തായാലും മദ്യനയം രൂപീകരിച്ചതിന് ശേഷം ഒറ്റക്കെട്ടായി കോൺഗ്രസും UDFിലെ ഘടകകക്ഷികളും അതിനെ പ്രതിരോധിക്കുകയായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് വിഷയമായി, തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ കാര്യമായി പോസിറ്റീവായി അതിനെ ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല അക്കാര്യത്തിൽ ഗുണമുണ്ടായില്ല എന്ന് വിലയിരുത്തുന്നതിൻ്റെ ലക്ഷ്യം താങ്കൾ കാണുന്നത് എന്താണ്? അല്ല, മദ്യനയം UDF ഐക്യകണ്ഠേന സ്വീകരിച്ച ഒരു നയമോ നിലപാടോ ആയിരുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കുന്നത്. രമേശ് ചെന്നിത്തല ഒരു കോൺഗ്രസ് നേതാവല്ല. ഇപ്പോൾ അദ്ദേഹം UDFന്റെ ചെയർമാനാണ്, ഉന്നത സ്ഥാനത്തിരിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല പറയുന്നതിന് വലിയ പ്രസക്തിയുണ്ട്. എന്താണ് UDF നിലപാട് എന്നുള്ളത് ഇനിയും കൂടുതൽ വ്യക്തമായി പറയേണ്ടതില്ല. കാരണം രമേശ് ചെന്നിത്തല അത് അക്ഷരാർത്ഥത്തിൽ പഴയ നിലപാട് തെറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല, ഒരുപക്ഷെ രമേശ് ചെന്നിത്തല കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങളും കൂടി പരിഗണിക്കുന്നുണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പോൾ CPM ഗവൺമെന്റ്, CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇതുപോലെ ഒരു നിലപാട് എടുക്കേണ്ടതില്ല. കാരണം കേരളത്തിന്റെ മൊത്തം സ്ഥിതിഗതികൾ നോക്കുമ്പോൾ ഇത് അപക്വമായ, അപകടം നിറഞ്ഞ ഒരു തീരുമാനമായിരുന്നു UDF സർക്കാരിന്റെ മദ്യസംബന്ധിച്ച നിലപാട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. കേരളത്തിന്റെ വരുമാനം കുറഞ്ഞു എന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്ത് ടൂറിസത്തിന്റെ നഷ്ടം ഭീമമാണ്. ടൂറിസം മേഖലയിലുണ്ടായ നഷ്ടം ഏതാണ്ട് 30% വരും അതിന്റെ നഷ്ടം. കേരളം വലിയ ഫാക്ടറികളൊന്നും ഉള്ള നാടല്ല, വ്യവസായങ്ങളൊന്നും ഉള്ള നാടല്ല. നമ്മുടെ ആകെ കൂടി 2 വികസന വഴികൾ എന്ന് പറയുന്നത് IT രംഗവും ടൂറിസം മേഖലയും മാത്രമാണ്. അതിൽ ടൂറിസം മേഖലയുടെ നടു ഒടിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കേരളത്തിന്റെ സമ്പദ്ഘടനയെ കാര്യമായിട്ട് ബാധിക്കും. ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനും അത് കാണാതിരിക്കാനാവില്ല. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ആ കാര്യം ചൂണ്ടിക്കാട്ടിയത്. തീർച്ചയായിട്ടും വളരെ വ്യക്തവും ശക്തവുമായ നിലപാടാണ് രമേശ് ചെന്നിത്തലയുടേത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റൈറ്റ്, അതാണ്. ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്, ഇങ്ങനെ മദ്യനയം നടപ്പാക്കിയാൽ എന്ത് സാമൂഹിക പ്രത്യാഘാതം എന്നതിനപ്പുറത്ത് എന്താണ് ഈ 2 വർഷം ഈ മദ്യനയം നടപ്പാക്കിയതിൻ്റെ റിസൾട്ട് എന്ന് കൂടി പരിശോധിക്കണം. നേരത്തെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ മദ്യനയം നടപ്പാക്കുന്നതിന് മുൻപുള്ള വർഷം
96 ലക്ഷം കേസാണ് ബിയർ വിറ്റതെങ്കിൽ അതിനുശേഷമുള്ള വർഷം 154 കേസാണ് ബിയർ വിറ്റത്. അതായത് 58 ലക്ഷം ബിയർ കേസുകൾ അധികമായി വിറ്റു. ഒരു കേസ് 12 കുപ്പിയാണ്. 61% വർധനവുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഈ മദ്യനയം നടപ്പാക്കിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിലല്ലേ പിന്നെ അത് നിലനിർത്തിയിട്ട് കാര്യമുള്ളൂ. ഇത് ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ചയ്ക്ക് കാരണമാകുന്നത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവരുടെ ഉൾപാർട്ടി രാഷ്ട്രീയമോ ഒക്കെ ആയിരിക്കും. അതിനെപ്പറ്റി പറയാനല്ല ശരിക്കും എനിക്ക് താല്പര്യമില്ല. പക്ഷേ പല പ്രാവശ്യവും ഇതുപോലുള്ള വേദികളിൽ സഭയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുന്ന ഏത് മേഖലകളിലും അതിനെ സഭ സർവാത്മന സ്വാഗതം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF ഗവൺമെൻറ്റിൻ്റെ മദ്യനയമെന്ന് ഇപ്പോൾ പറയുന്ന ഈ നയത്തിൻ്റെ പല കാര്യങ്ങളെയും സ്വാഗതം ചെയ്യുകയും ചില കാര്യങ്ങളെ കൃത്യമായി എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതേ സ്ഥലത്ത് വന്നിരുന്നത് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ അവർ ബിവറേജസ് ഔട്ട്ലെറ്റുകളെല്ലാം 10% വീതം ഓരോ വർഷവും കുറയ്ക്കും എന്ന് പറഞ്ഞതിനെ സഭ സ്വാഗതം ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മദ്യത്തിൻ്റെ ഉപയോഗം കുറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് 5 സ്റ്റാറുകൾക്ക് അവർ ലൈസൻസ് അനുവദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനോട് ഞങ്ങൾ യോജിച്ചില്ല. അപ്പോൾ സഭയുടെ അടിസ്ഥാനപരമായ നിലപാട്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സാമൂഹ്യ തിന്മയ്ക്കെതിരെ പൊരുതുന്നവരുടെ കൃത്യമായ നിലപാട് തീർച്ചയായിട്ടും ഇവിടെ മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞു വരണം എന്നാണ്. ഇലക്ഷന് തൊട്ടു മുമ്പ് LDFും UDFും മദ്യനയം പ്രഖ്യാപിച്ച സമയത്തും ഞങ്ങൾ 2 കക്ഷികളോടും ആവശ്യപ്പെട്ടത് നിങ്ങളുടെ നയം കൃത്യതയോടെ വ്യക്തമാക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ ജേക്കബ് സാറ് പറഞ്ഞല്ലോ, അദ്ദേഹം വളരെ നന്നായിട്ട് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ടൂറിസം മേഖലയ്ക്കെല്ലാം ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഒരു മറുവശമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സഭയുടെ മാത്രം ഒരു നിലപാടായിട്ടല്ല ഞങ്ങളിത് അവതരിപ്പിക്കുക. ഈ ലോകത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന, സാമൂഹ്യ തിന്മ അനുഭവിക്കുന്ന, കുടുംബങ്ങളിൽ പ്രശ്നം അനുഭവിക്കുന്ന, മദ്യം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന വീട്ടമ്മമാരുടെയും മറ്റെല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഒരു മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കണമെന്നുള്ളത് ഇത് 2 കക്ഷികളും സമ്മതിക്കുന്ന കാര്യവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു സാമൂഹിക വശത്തിലൂന്നിയുള്ള നിലപാടാണ്. ശ്രീ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിലൊരു പുനരാലോചന നടത്തണമെന്ന അഭിപ്രായം പങ്കുവയ്ക്കുമ്പോൾ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാണ്. ഇനി ഒരു പുനരാലോചന ഇല്ല എന്ന് VM സുധീരൻ പറയുന്നു. UDFിൻ്റെ മദ്യനയത്തിൽ പുനരാലോചന ഇല്ല എന്ന് മുസ്ലിം ലീഗ് പറയുന്നു. ഇക്കാര്യത്തിൽ UDFിൻ്റെ ചെയർമാനുള്ള അഭിപ്രായമല്ല KPCC പ്രസിഡന്റിനും ഘടകകക്ഷികൾക്കും എന്ന് വരുന്നത് രാഷ്ട്രീയമായി നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു മദ്യനയം രൂപീകരിക്കേണ്ട ഘട്ടം അടുത്ത തവണ 5 വർഷത്തിന് ശേഷം ഭരണത്തിൽ വന്നാൽ അപ്പോഴാണ്. ഇപ്പോൾ മദ്യനയം സംബന്ധിച്ച് മോശമായി പോയി എന്ന നിലപാട് പറയേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഒരു സെൽഫ് ഗോൾ അടിക്കുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല. ഇല്ലില്ല, രമേശ് ചെന്നിത്തല ഈ പോളിസിയിൽ ഒരു U-ടേൺ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പോളിസി ടോട്ടലായിട്ട് റിവേഴ്സ് ആക്കണം എന്ന് രമേശ് ചെന്നിത്തല എവിടെയും പറഞ്ഞിട്ടില്ല. ചില പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ പരാജയങ്ങളിൽ ഒരു കാരണം ഇതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം വേണ്ടത്ര ഉണ്ടായിട്ടില്ല. ഇതൊരു ഹേസ്റ്റി ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ നിൽക്കാം. ആർഗ്യുമെന്റിന് മറിച്ചൊക്കെ പറഞ്ഞാൽ പോലും ഒരു ഹേസ്റ്റി ഡിസിഷൻ ആയിരുന്നു, തിരക്ക് പിടിച്ച തീരുമാനം തന്നെയായിരുന്നു. വേണ്ടത്ര ഒരു ബോധവൽക്കരണം ഉണ്ടായിട്ടില്ല, ആളുകൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല. എന്നാൽ അതിന്റെ ഗുണമുണ്ടായിട്ടുണ്ട്. ടൂറിസം മേഖലയ്ക്കുണ്ടായ പരാജയം അതിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് സത്യത്തിൽ 5 സ്റ്റാറിന് ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നമുക്ക് അതാണ് വിഷയമെങ്കിൽ ഇനിയും 5 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ ഫെസിലിറ്റി കൊടുക്കും. തീർച്ചയായും തുടരുക. ഇപ്പോൾ എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ TP രാമകൃഷ്ണൻ, ഇന്നിപ്പോൾ UDFിനോട് നിലപാട് വ്യക്തമാക്കാൻ അങ്ങ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞതാണോ UDFിൻ്റെ നിലപാട് എന്ന് ആരാഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ UDFിൻ്റെ നിലപാടിന് വലിയ പ്രസക്തിയില്ല, LDFിൻ്റെ നിലപാടിനാണ് പ്രസക്തി. എന്താണ് ഈ സർക്കാരിൻ്റെ മദ്യനയം എന്നതിനെ സംബന്ധിച്ച ഒരു ആശയ രൂപീകരണം നടത്തി കഴിഞ്ഞോ? തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ച പരിപാടിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റിന്റെ മദ്യനയം മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്. ഈ നയത്തിൽ നിന്നുകൊണ്ടാണ് ഗവൺമെന്റ് മദ്യവ്യവസായത്തിൽ എല്ലാ നടപടികളും സ്വീകരിക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കുന്നത്, ഗവൺമെന്റ് ലഹരിയിൽ നിന്നും ജനങ്ങളെയും ഈ നാടിനെയും മോചിപ്പിക്കുന്നതിനുള്ള സാധ്യമായ
എല്ലാ തലങ്ങളിലുമുള്ള ബോധവൽക്കരണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഗവൺമെന്റ് സമീപനം. അല്ല മിനിസ്റ്റർ, അപ്പോഴുള്ള സംശയം, ശരി, ബോധവൽക്കരണ പ്രവർത്തനം നടത്തണം. ഈ നയം നടപ്പാക്കിയ 2 വർഷത്തിന് ശേഷം മദ്യവിൽപ്പനയിൽ ഉണ്ടായ കുറവ് അങ്ങ് തന്നെ നിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരമായി നൽകിയിട്ടുണ്ട്. അത് പ്രകാരം മദ്യനയം നടപ്പാക്കിയതിന് ശേഷം ഹാർഡ് ലിക്കറിന്റെ വിൽപ്പന 40 ലക്ഷം കേസ് കണ്ടാണ് കുറഞ്ഞത്. അത് കുപ്പിക്കണക്കെടുത്താൽ ഏതാണ്ട് 4,65,96,000 വരും. 2 വർഷം കൊണ്ട് ഇത്രയും വിൽപ്പന കുറഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. എന്താ ഇതിന്റെ യാഥാർത്ഥ്യം? എന്താ ഇത് ജനങ്ങളെ താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് വിശകലനം നടത്തുന്നതെങ്കിൽ പ്രശ്നം യാഥാർത്ഥ്യത്തോടുകൂടി സമീപിക്കണം. ഈ ആൽക്കഹോൾ കൺസപ്ഷന്റെ നില പരിശോധിച്ചു കഴിഞ്ഞാൽ ബീർ, വൈൻ 62% കൂടിയത്. ബീറിൽ ആൽക്കഹോൾ ഉണ്ട്, വൈനിലും ആൽക്കഹോൾ ഉണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ. കുറവ് വന്നത് ബീവറേജ് കോർപ്പറേഷൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദേശ മദ്യത്തിൽ 9% കുറവുണ്ട് സപ്ലൈ. അതിന്റെ അർത്ഥം ജനങ്ങൾ ഈ മദ്യവിമുക്തമായി എന്നാണോ? രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അതിനെ തടയാൻ ഫലപ്രദമായ യാതൊരു നടപടിയും UDF ഗവൺമെന്റിന്റെ കാലത്ത് സ്വീകരിച്ചിരുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എക്സൈസ് വകുപ്പ് എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തുകയും കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി ലഹരി വേട്ട എന്ന് പറയുന്നത് വൻതോതിലാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത്തരം ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ലിക്കറിന്റെ കൺസപ്ഷൻ കേരളത്തിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആർക്കാണ് വിശകലനത്തിലെത്താൻ സാധിക്കുക? അല്ല, ഇത് മിനിസ്റ്റർ അങ്ങ് തന്നെ ഹാർഡ് ലിക്കറിന്റെ കൺസംഷൻ കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് നൽകിയ മറുപടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതവിടെ നിൽക്കട്ടെ. ശരിയാണ്, ബിയറിന്റെ വിൽപ്പന 61% കൂടി. അത് നോക്കൂ, UDF സർക്കാരിന്റെ മദ്യനയത്തിൽ ഇടയ്ക്ക് വെള്ളം ചേർത്ത് ബിയർ വൈൻ പാർലറുകളാകാം എന്നൊരു നയം സ്വീകരിച്ചതുകൊണ്ടല്ലേ ഈ സർക്കാർ അത് തിരുത്തിയാൽ പോലും. ബിയറും വൈനും ആൽക്കഹോളിക് ഉണ്ട്. അത് 62% വിൽപ്പന കൂടിയിട്ടുണ്ട്. വിദേശ മദ്യത്തിന്റെ സപ്ലൈയിൽ 9% കുറവ് വന്നിട്ടുണ്ട്. ഇത് വന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ ഇതിന്റെ ഉപഭോഗത്തിൽ നിന്ന് മാറിയത് ഏത് രീതിയിലെത്താൻ കഴിയുക? ബാർ ഹോട്ടലുകളിൽ വിദേശ മദ്യം ഒഴിവാക്കി, വിദേശ മദ്യത്തിന്റെ ഔട്ട്ലെറ്റുകൾ പൂട്ടി. അത്തരമൊരു സാഹചര്യത്തിലാണ് സപ്ലൈ കുറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ വെളിയിൽ നിന്ന് ഈ സാധനം നിയമവിരുദ്ധമായി വരേണ്ടുന്ന കാര്യമില്ലല്ലോ. ഇവിടെ നടന്ന പരിശോധനയിലൂടെ നിയമവിരുദ്ധമായി ലഹരി പദാർത്ഥങ്ങൾ ധാരാളം ലഭിക്കുന്നു. ഇത് തടയണം, ഇതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം. അവിടെയാണ് കൺസപ്ഷന്റെ വിശകലനം വരേണ്ടത്. തീർച്ചയായും മിനിസ്റ്റർ, തീർച്ചയായും ഞാനത് അംഗീകരിക്കുന്നു. ശരിയാണ്, ഇങ്ങോട്ട് വരുന്ന അനധികൃതമായി വരുന്ന ലിക്കറിനെ തടയണം. 2, മറ്റ് മയക്കുമരുന്നടക്കമുള്ള ലഹരി മരുന്നുകളെ തടയണം. ഇത് രണ്ടും സർക്കാർ ചെയ്യേണ്ട ഒന്നാണല്ലോ. നിശ്ചയമായും അങ്ങയുടെ സർക്കാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ ആത്മാർത്ഥമായി. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാം. പക്ഷേ ഇപ്പോൾ പൂട്ടിയിട്ടുള്ള ബാറുകൾ തുറന്നു കൊടുത്തുകൊണ്ട് ഈ ഹാർഡ് ലിക്കറുകൾ അനുവദിച്ചതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആലോചന സർക്കാരിനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. നിങ്ങൾ ദയവേത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ കാര്യമായി ബാർ ഹോട്ടലുകൾ പൂട്ടിയിട്ടില്ല. ബാർ ഹോട്ടലുകളിൽ നിന്ന് വിദേശ മദ്യത്തിന്റെ വിൽപ്പന ഒഴിവാക്കി 4 സ്റ്റാർ വരെയുള്ള. 5 സ്റ്റാറിൽ വിദേശ മദ്യമുണ്ട്, ക്ലബ്ബുകൾ വിദേശ മദ്യമുണ്ട്. പ്രത്യേകം വിദേശ മദ്യത്തിന്റെ ലൈസൻസോടുകൂടി ആളുകൾ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം കൂടി പരിഗണിച്ച് രാഷ്ട്രീയ മണ്ഡലത്തിൽ നാനാതരത്തിൽ അതിൽ ശ്രീമാൻ VM സുധീരന്റെ അഭിപ്രായങ്ങൾ പരിഗണിക്കണം. മറ്റ് ലീഗ് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. UDFന്റെ നിലപാട് എന്തെന്നുള്ളത് ഇപ്പൊ വ്യക്തമല്ല. നേരത്തെ അവർ ചില പ്രതികരണങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പറയുന്ന അഭിപ്രായമാണോ VM സുധീരൻ പറയുന്ന അഭിപ്രായമാണോ? ഏതാണ് ശരി? അത് അവർ തന്നെ ഒരു തീരുമാനത്തിലെത്തട്ടെ. അങ്ങനെ സമൂഹത്തിന്റെ നാനാ കോണുകളിൽ നിന്നും വരുന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് തുടർന്ന് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് LDF ഗവൺമെന്റ് തീരുമാനിക്കും. വ്യക്തമാണത്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണ് ഈ രമേശ് ചെന്നിത്തല പ്രകടിപ്പിച്ചിരിക്കുന്ന അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് മറ്റഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു തീരുമാനം സർക്കാർ എടുക്കും. രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായ പ്രകടനം അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ആലോചന നടക്കുമ്പോഴാണ് എന്നുള്ളതാണ് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ ഒരു നേതാവ് മാത്രമല്ല, അദ്ദേഹം UDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്, അദ്ദേഹം UDFന്റെ ചെയർമാനാണ്, അദ്ദേഹം UDFന്റെ നയത്തിന് ഘടകവിരുദ്ധമായി അഭിപ്രായം പറയേണ്ട ഒരാളല്ല. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കൂടി വികാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് താല്പര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മാറ്റമായിരിക്കും മദ്യനയത്തിൽ വരിക.
സർക്കാരിന് വിശദീകരിക്കാൻ കൃത്യമായ കാരണമായി? അല്ല, ബാറുകൾ അടച്ചുപൂട്ടി ഐക്യജനാധിപത്യ മുന്നണി ഇങ്ങനെ ഒരു നയമെടുക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട്. വീര്യം കൂടിയ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുകയും വീര്യം കുറഞ്ഞ മദ്യമാക്കിയതിനെ മാറ്റി പിന്നെ ക്രമേണ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഘട്ടം ഘട്ടമായുള്ള ലക്ഷ്യമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇവിടെ വിദേശ രാജ്യത്ത് നിന്ന് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യം ഇറക്കുക മാത്രമല്ല, അയൽ സംസ്ഥാനത്ത് നിന്ന് മറുനാടൻ തൊഴിലാളികളുടെ എണ്ണവും ഇവിടെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് മദ്യത്തിൻ്റെ ഉപഭോഗം, ബീറും വൈനും അല്പം ഉപഭോഗം കൂടിയിട്ടുണ്ടെങ്കിൽ അത് കേരളീയർ മുഴുവൻ മദ്യമാരികളായി മാറി എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും നൽകരുത്. കേരളത്തിൽ ഈ മദ്യം നിരോധിച്ചു എന്നതുകൊണ്ട് വലിയ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങളിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്ന് ഐക്യജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പരിഹാരവും ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ മദ്യനയമാണ് ഇതിൻ്റെ കാരണമെന്ന് ഒരിക്കലും അംഗീകരിക്കാൻ ഞങ്ങൾക്കാവില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിത് പ്രഖ്യാപിത നയമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക, അതിന് ഘട്ടം ഘട്ടമായി കേരളത്തിൽ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ എടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന് ഐക്യജനാധിപത്യ മുന്നണി പൂർണ്ണമായി ഒറ്റക്കെട്ടായിട്ടുള്ള നിലപാടാണ് താങ്കൾ ആവർത്തിക്കുന്നത്. ശ്രീ കെ സുധാകരൻ, കോൺഗ്രസ് നേതാവ് ടെലിഫോണിൽ. ശ്രീ കെ സുധാകരൻ, മദ്യനയത്തിന്റെ കാര്യത്തിൽ ഒരു പുനരാലോചന ഇല്ല എന്ന് VM സുധീരനും ഒറ്റക്കെട്ടായി എടുത്ത നിലപാടാണ്. ഇനി മാറ്റമുണ്ടാകില്ല എന്ന് ലീഗും പറയുമ്പോൾ രമേശ് ചെന്നിത്തല എന്തിന് ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിച്ചു എന്നുള്ളത് അത്ഭുതകരമാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ശ്രീ കെ സുധാകരൻ കേട്ടില്ല, ഒന്നുകൂടി പറയാമോ? അദ്ദേഹത്തിന്റെ കോൾ കട്ടായി എന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിലേക്ക് ഒരു നിമിഷത്തിനകം ഞാൻ അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ പുതിയ സർക്കാരിനെ സംബന്ധിച്ച് നിലവിലുള്ള നയം തിരുത്തിക്കൊണ്ട്, തീർച്ചയായും പുതിയ സർക്കാർ വരുമ്പോൾ നയം തിരുത്തുമെന്ന് നമുക്കറിയാം, പക്ഷേ ഈ FL3 ലൈസൻസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം മുൻപ് സർക്കാർ എടുത്തിട്ടുള്ള ഒരു നിലപാടിൽ നിന്ന് പൂർണ്ണമായും മാറിക്കൊണ്ട് ബാർ ഉടമകൾക്ക് വീണ്ടും വീര്യം കൂടിയ മദ്യം അവരുടെ ബാറുകളിൽ വിറ്റഴിക്കാൻ അവസരം കൊടുത്താൽ കടുത്ത ആരോപണങ്ങൾ വരും, ഒരുപക്ഷെ സമരങ്ങൾ തന്നെ വന്നേക്കും. അങ്ങനെ സർക്കാരിനെ സംബന്ധിച്ച് ആഗ്രഹമുണ്ടെങ്കിൽ പോലും എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള അരങ്ങൊരുക്കി കൊടുത്തിരിക്കുകയാണോ രമേശ് ചെന്നിത്തല? അല്ല, രമേശ് ചെന്നിത്തല പറഞ്ഞത് കൊണ്ട് രമേശ് ചെന്നിത്തല ആ ഒരു ലക്ഷ്യം വെച്ചായിരിക്കില്ല പറഞ്ഞത്. കാരണം കോൺഗ്രസിനകത്തെ കുറെ ഉൾപ്പിരിവുകൾ, കോൺഗ്രസിനകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന സംഘർഷം, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഈ നിലപാടും പ്രസ്താവനയും വളരെ പ്രസക്തമായി എന്നത് മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. ഇടതുപക്ഷ മുന്നണി ബാറുകളെല്ലാം തുറന്നുകൊള്ളട്ടെ, അതിന് ഞാൻ പ്രസ്താവന നടത്തിയാൽ അതൊരു വഴിയാകും എന്നൊന്നും അദ്ദേഹം കരുതിയിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും അങ്ങനെ കരുതുന്ന ആളുമല്ല രമേശ് ചെന്നിത്തല. പക്ഷെ എനിക്കിവിടെ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട രണ്ടത്താണി ഇങ്ങനെ പറഞ്ഞത്, മദ്യനിരോധനം കൊണ്ട് കേരളം എല്ലാം ശരിയാവും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമാണ്. മുസ്ലിം ലീഗിന് അങ്ങനെ നിലപാടുണ്ടാവാം, പക്ഷേ അത് കേരളത്തിന്റെ ഒരു പൊതു നിലപാടായിട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഇവിടെ KPCC അധ്യക്ഷൻ ചെയ്തത് അദ്ദേഹത്തിന്റെ സ്വന്തം ആദർശം അത് UDFന്റെ മേലും കോൺഗ്രസിന്റെ മേലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹം. അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് UDF തകർന്നു കിടക്കുന്ന കാഴ്ച. ഇടതുപക്ഷ മുന്നണി വിജയിച്ചതിനും കാരണം അതുതന്നെയാണ്. സ്വന്തം തീരുമാനങ്ങൾ ഒരു പാർട്ടിയുടെയും ഒരു മുന്നണിയുടെയും മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതിന്റെ തിക്തഫലമാണ് UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനുഭവിച്ചത്. ഇത് മറ്റാരേക്കാളും നന്നായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹം ഐക്യജനാധിപത്യ മുന്നണി സ്വീകരിച്ച മദ്യ നിലപാട് നയം തെറ്റിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞത് ആ ഒരു ഓർമ്മ കൊണ്ടാണ്. അതാണ് ബഹുമാനപ്പെട്ട രണ്ടത്താണി അങ്ങ് മനസ്സിലാക്കേണ്ടത്. ഒരു പാർട്ടിയുടെയും ഒരു വ്യക്തിയുടെയും തീരുമാനം ഒരു സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. കേരളം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിൽ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, മോസ്കുണ്ട്, കുറെ മദ്യശാലകളുമുണ്ട്. അത് പ്രവർത്തിക്കട്ടെ. മദ്യം കഴിക്കേണ്ടവർ മദ്യം കഴിച്ചോട്ടെ. അത് നിയന്ത്രിക്കണം. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞല്ലോ, നിയന്ത്രിക്കണം. അതിന് നിയന്ത്രണം വേണം. പക്ഷേ നിയന്ത്രണം ഇങ്ങനെയല്ല. മദ്യം വർദ്ധിച്ചുകൊണ്ടാവരുത് അത് നിയന്ത്രിക്കേണ്ടത്. ശരി, നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. കോൺഗ്രസ് നേതാവ് ശ്രീ കെ സുധാകരന്റെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ കെ സുധാകരൻ, ഒരു പുനരാലോചന ആകാം മദ്യനയത്തിന്റെ കാര്യത്തിൽ എന്നാണ് രമേശ് ചെന്നിത്തല ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. കോൺഗ്രസും UDFും മദ്യനയം ഒന്ന് പുനരവലോകനം ചെയ്യേണ്ട സമയമായോ?
നിശ്ചയമായും അത് ഒരു സമയമായി എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അകത്തുള്ള ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. UDF സംവിധാനം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ പരാജയ കാരണത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന പാർട്ടി ഫോറങ്ങളിലൊക്കെ ഏറെ ആളുകളും ചൂണ്ടിക്കാണിച്ച ഒരു തെറ്റായ നയമായി മദ്യനയത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മദ്യനയത്തിന്റെ അകത്ത് തെറ്റായ ഒരു തീരുമാനം വന്നുപോയി. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളൊക്കെ അന്നേ ഇതിനൊക്കെ ഞങ്ങൾ എതിരാണ്. ഈ മദ്യനയം ഒരിക്കലും ആളുകളെ കുടിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നമുക്ക് മദ്യനയം നടപ്പിലാക്കാൻ മദ്യവർജ്യമല്ലാതെ മദ്യ നിരോധനം എന്നത് അപ്രസക്തമാണ്, അപ്രായോഗികമാണ്. ഞാൻ ചോദിക്കുന്നു, ഇന്നിപ്പോ നമ്മുടെ നാട്ടിലെ സ്മോക്കിംഗ് കുറഞ്ഞിരിക്കുന്നു. സ്മോക്കിംഗ് കുറഞ്ഞത് നിയമം കൊണ്ടല്ല, സ്മോക്കിംഗ് കുറഞ്ഞത് സിഗരറ്റ് ബാൻ ചെയ്തത് കൊണ്ടല്ല. സ്മോക്കിങ്ങിന്റെ പുകവലിയുടെ ദൂഷ്യഫലങ്ങൾ പബ്ലിക് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ പ്രചണ്ഡമായ പ്രചരണം കൊണ്ട് സാധിച്ചു എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് കേരളത്തിലെ പുകവലിയുടെ സ്രോത് എത്രയോ കുറഞ്ഞത് നിയമം കൊണ്ട് അടിച്ചേൽപ്പിച്ചിട്ടല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പൊ തെറ്റായ ഒരു സ്വഭാവത്തെ തിരുത്താൻ നിയമം കൊണ്ട് സാധിക്കില്ല. അത് നമ്മൾ ആളുകളെ ബോധ്യപ്പെടുത്തി തന്നെ ചെയ്യണമെന്നാണ്. ഇവിടെ കോൺഗ്രസിന്റെ നയം മദ്യം ഓരോ വർഷവും കുറക്കണമെന്നാണ്. പക്ഷെ എത്ര കുറക്കണം എന്നത് ഈ സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക ചുറ്റുപാട് നോക്കി അതിന്റെ വയബിലിറ്റി നോക്കി ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത് എത്ര കുറക്കണം എന്നത്. എന്തായാലും മദ്യനയം പുനഃപരിശോധിക്കേണ്ടുന്നതാണ്. കോൺഗ്രസിനകത്ത് ഭൂരിപക്ഷം ആളുകളും ആ അഭിപ്രായക്കാരാണ്. ആ അഭിപ്രായം ഒരു പാർട്ടി ഫോറത്തിൽ ഇനി ചർച്ചക്ക് രംഗം തുറന്നാൽ ആ ചർച്ചയിനകത്ത് ഭൂരിപക്ഷം ആളുകളും ഈ മദ്യനയം പുനഃപരിശോധിക്കണം എന്ന അഭിപ്രായം വരും. പിന്നെ UDF ആണ്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തെ അംഗീകരിക്കണം, ചർച്ച ചെയ്യണം, ഉൾക്കൊള്ളാതിരിക്കാൻ നമുക്ക് പോകാൻ പറ്റില്ല. കോൺഗ്രസ് മാത്രം വിചാരിച്ച UDFന്റെ നയം തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അത് മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പുമായി അതൊക്കെ ഒരു ഉയർന്ന തലത്തിൽ ചർച്ച നടത്തി അതിന് പരിഹാരം ഉണ്ടാക്കി പോകാനേ സാധിക്കൂ. തീർച്ചയായും. പക്ഷേ അതിനു മുൻപ് ശ്രീ കെ സുധാകരൻ, കോൺഗ്രസിനകത്തൊരു നയവ്യക്തത വേണ്ടേ? കോൺഗ്രസിന്റെ നയം വ്യക്തമാണ്. ഇക്കാര്യത്തിൽ ഇനി ഒരു പുനരാലോചന ഇല്ല എന്ന് KPCCയുടെ അധ്യക്ഷൻ VM സുധീരൻ അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞു. KPCC പ്രസിഡന്റ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടുന്ന കാര്യമല്ല. അത് പാർട്ടിയുടേതായ ഫോറമുണ്ട്. ആ ഫോറത്തിന്റെ അഭിപ്രായമാണ് KPCCയുടെ അഭിപ്രായം. അല്ലാതെ ഒരു വ്യക്തിയുടെ അഭിപ്രായം KPCC അഭിപ്രായമായിട്ട് മാറില്ല. അത് പാർട്ടി ഫോറത്തിൽ ചർച്ച വേണമെന്ന് പറയാൻ ചർച്ച വേണ്ടിവരും. ആ ചർച്ച പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ മഹാഭൂരിപക്ഷം ആളുകളും ആവശ്യപ്പെടുന്നത് പുനഃപരിശോധനയാണ് എങ്കിൽ ആ പുനഃപരിശോധനയെ അംഗീകരിക്കാൻ KPCC പ്രസിഡന്റ് ആരായാലും അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് എന്നതാണ് കോൺഗ്രസിന്റെ അകത്തെ രാഷ്ട്രീയ കീഴ്വഴക്കങ്ങൾ. അല്ല, ഇക്കാര്യത്തിൽ എപ്പോൾ ഒരു ചർച്ച നടക്കും ശ്രീ കെ സുധാകരൻ? ഒന്ന്, KPCC പ്രസിഡന്റ് പറയുന്നത് ഇത് മുൻപ് പാർട്ടി ചർച്ച ചെയ്ത് ഏകകണ്ഠമായി തീരുമാനിച്ച ഒരു കാര്യമല്ലേ എന്നാണ്. ഇനിയിപ്പോൾ അതൊന്നുകൂടി ഓപ്പൺ ചെയ്യാനുള്ള എന്ത് സാഹചര്യം വരും? ഏകകണ്ഠമായി ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇതിനകത്ത് അന്നും അഭിപ്രായം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഏകകണ്ഠം എന്ന് പറയുന്നത് തെറ്റാണ്. പാർട്ടി ഫോറത്തിൽ ചർച്ചയ്ക്ക് റീഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും എത്ര പേര് അനുകൂലമാണ് എത്ര പേർ പ്രതികൂലമാണ് എന്ന്. ഞങ്ങളാരും മദ്യപിക്കുന്നവരല്ല. ഞാനൊന്നും ജീവിതത്തിൽ ഒരു തുള്ളി മദ്യം തൊടാത്ത ആളുകളാ. പക്ഷേ ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് മദ്യവർജനമല്ല, മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്. ആ മദ്യവർജനത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അത് ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തേക്ക് ഇതിന്റെ ദൂഷ്യഫലങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തിരിച്ചിക്കാൻ നമുക്ക് സാധിക്കണം. നിയമത്തിന്റെ ബലത്തിൽ ഒരു സമൂഹത്തിന്റെ വികാരങ്ങളെ അടിച്ചമർത്തുന്ന ഒരു തീരുമാനവും പ്രാവർത്തിക പദത്തിൽ വിജയിച്ചിട്ടില്ല എന്ന കഴിഞ്ഞ കാല സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു അനുഭവത്തിന്റെ പാഠമായി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് എന്റെ അഭിപ്രായം. ഇതിൽ ശ്രീ കെ സുധാകരൻ, മദ്യവർജനം എന്നുള്ളത് LDF പറഞ്ഞ നയമാണ്, മദ്യനിരോധനമായിരുന്നു നിങ്ങളുടെ നയം. ഇപ്പോൾ മാറ്റി പറയുമ്പോൾ ഒരു U-ടേൺ ആണ്. ഇനി നിലപാടെടുക്കേണ്ടത്, നയം തീരുമാനിക്കേണ്ടത് ഒരു പുതിയ സർക്കാരാണല്ലോ. അവർക്ക് ഈ മുൻ നയം തിരുത്താൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണോ ഇപ്പോൾ കോൺഗ്രസ്? മദ്യനിരോധനം എന്നത് തിരുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മദ്യനിരോധനം അല്ല, മാറ്റി വർജ്യമാണ്. ഓരോ വർഷവും നമുക്ക് കുറച്ചതിന്റെ ഉപഭോഗം കുറക്കാം. ഇപ്പൊ ഇന്നലത്തെ കണക്ക് വന്നില്ലേ? ഈ മദ്യനിരോധനം ഉണ്ടായിട്ടും ഉപഭോഗം കൂടി എന്നാണ് കണക്ക്. എങ്ങനെയാ കുടിക്കുന്നത്? നിയമം കൊണ്ട് അത് നിയമം കൊണ്ട് അത് ലിമിറ്റ് ചെയ്യാൻ, അത് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. ഉപഭോഗം കൂടി എന്നാണ്. ഉപഭോഗം കൂടിയത് എന്തുകൊണ്ടാ? നയത്തിന്റെ വൈകല്യം കൊണ്ടായിരിക്കും. ശ്രീ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് സർക്കാരിന്റെ ഭാഷയിലല്ല സംസാരിക്കേണ്ടതെന്നാണ് കോൺഗ്രസിൽ നിന്ന് ഇന്ന് കേട്ട ഒരു സ്വരം. പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ സംസാരിക്കേണ്ടേ? സർക്കാർ ഒരു നയം എടുക്കാൻ ഒരുങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവ് അതിന് പാലം ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിൽ സംസാരിക്കുകയാണോ വേണ്ടത്? പരിശോധിക്കണം എന്ന് പറയാനുള്ള അവകാശമൊക്കെ പ്രതിപക്ഷ നേതാവിനുണ്ട്. പ്രതിപക്ഷ നേതാവ് ഓടിളക്കി വന്ന നേതാവൊന്നുമല്ല. അദ്ദേഹത്തിന് ജനത്തിന്റെ പിന്തുണയോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവായ ആളാണ്. അദ്ദേഹത്തിന് പാർട്ടിയുടെ അഭിപ്രായത്തെ കുറിച്ച് പറയാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ട്.
വളരെ വ്യക്തമാണ് ശ്രീ കെ സുധാകരൻ്റെ നിലപാട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അപ്പോൾ നിലവിലുള്ള മദ്യനയം, അതായത് ഇനി FL3 ലൈസൻസ് ഇല്ല 5 സ്റ്റാറിൽ താഴെയുള്ള ബാറുകൾക്ക് എന്നുള്ള മദ്യനയം അവസാനിക്കാനുള്ള, അതിൽ നിന്ന് മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യം പുതിയ സർക്കാരിനെ സംബന്ധിച്ച് യാതൊരു ആശങ്കയും ഇല്ലാതെ നടപ്പാക്കാൻ കഴിയുന്ന ഒരവസ്ഥ വരികയാണോ? ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് മദ്യനയം ഇടതുപക്ഷ മുന്നണി കൂടി തീരുമാനമെടുക്കും. ഇവിടെ ഈ UDF തുടർന്ന് വന്ന വികലമായ മദ്യനയം തുടരുകയില്ല എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇടതുപക്ഷ മുന്നണി പറഞ്ഞിട്ടുണ്ട്. ആ UDFൻ്റെ മദ്യനയം തുടരുകയല്ല LDFൻ്റെ നയം. അതിൽ പെശകളുള്ളത് തിരുത്തിപ്പോകും. എങ്ങനെയാണ് തിരുത്തുന്നതെന്നുള്ളതിനൊക്കെ LDF കൂടി ആലോചിക്കും. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ ഒരു സമന്നതനായ വക്താവ് ശ്രീ കെ സുധാകരനും ഒക്കെ തന്നെ ഈ നിരോധനം ഏർപ്പെടുത്തുന്നത് തന്നെ പെശകാണെന്ന പാർട്ടിയുടെ ശക്തിയായി അഭിപ്രായപ്പെട്ടിരുന്നുവെന്നാണ് ഇപ്പോൾ തെളിയിക്കുന്നത്. അപ്പോൾ നേരത്തെ ലീഗിൻ്റെ വക്താവ് പറഞ്ഞ പോലെ സുചിന്തിതമായ ചർച്ചകൾക്ക് ശേഷം എടുത്ത തീരുമാനമാണെന്നൊക്കെ പറഞ്ഞത് കളവാണ്. പിന്നെ ലീഗിനൊരു അഭിപ്രായം ഉണ്ടാകാം. മിസ്റ്റർ ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ലീഗിന് അഭിപ്രായമുള്ളതുപോലെ തന്നെ മറ്റു പാർട്ടികൾക്കും ജനങ്ങൾക്കും ഒരു അഭിപ്രായമുണ്ട്. ആ ലീഗിൻ്റെ അഭിപ്രായം മുഴുവൻ ജനങ്ങളുടെ മേലും മറ്റ് പാർട്ടികളുടെ മേലും അടിച്ച് ഏൽപ്പിക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ രാജ്യത്തിൽ നാടിന് ദോഷം വരുന്ന തരത്തിലൊരു നയം നടപ്പാക്കിയാൽ ആ നയം തിരുത്തേണ്ട ബാധ്യത അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ് ഉണ്ടാകാം. ആ ഗവൺമെൻറ് തിരുത്തും. അതിൻ്റെ അർത്ഥം നേരത്തെ എക്സൈസ് മന്ത്രി പറഞ്ഞതുപോലെ നാട് മുഴുവൻ ചാരായവും കള്ളും വിദേശമദ്യവും ഒഴുക്കുക എന്നുള്ളതല്ല. ഇവിടെ മിസ്റ്റർ സുധാകരൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഞാനും ഓർമ്മപ്പെടുത്തുകയാണ്. പുകവലി നിരോധനം, പുകവലി സിഗരറ്റും ബീഡിയും ഇവിടെ കിട്ടാഞ്ഞിട്ടാ? ഇഷ്ടം പോലെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും വലിക്കുന്നുണ്ടോ? അപ്പോൾ ആളുകളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇവിടെ സുലഭമായി നമ്മുടെ കൺമുമ്പിൽ കിട്ടുമെങ്കിലും കുടിക്കണമെന്ന് തോന്നുന്നവനെ കുടിക്കുന്ന താല്പര്യമുള്ളവരെ അല്ലാത്തവർ കുടിക്കില്ല. ആ താല്പര്യം ഒഴിവാക്കാൻ, കുറയ്ക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കലാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. ആവശ്യമുള്ളവന് കുടിക്കണം, കുടിക്കേണ്ടതില്ലാത്തവന് കുടിക്കാതെയും നടക്കാം. ആ സ്വാതന്ത്ര്യം വേണം. അതല്ലാതെ ലീഗ് പറയുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭ പറയുന്നു രാജ്യത്തെ ജനങ്ങൾ ആരും കുടിക്കരുത് എന്ന് പറഞ്ഞ് കൽപ്പിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ശരി, ആവർത്തിക്കപ്പെടുന്ന ഇടതു നിലപാട്. ശ്രീ കെ സുധാകരൻ, ഇപ്പോൾ ഒരു പുനരാലോചന നടത്തുമ്പോൾ മുൻപ് ഞങ്ങൾ നയം സ്വീകരിച്ചത് വേണ്ടത്ര ആലോചനകളില്ലാതെ ഒരു പെട്ടെന്നുണ്ടായ സാഹചര്യത്തിൽ പെട്ടെന്ന് എടുത്തുചാടിയെടുത്ത ഒരു തീരുമാനമാണ് എന്ന് സമ്മതിക്കൽ കൂടിയല്ലേ? അല്ല, അതൊന്നും ആ ഭാഗമൊന്നും അങ്ങനെ ഒരു വിശകലനത്തിനൊന്നും ആവശ്യമില്ല. ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം പ്രാവർത്തിക പദത്തിൽ വിജയിച്ചില്ല എന്ന് ഉത്തമ ബോധ്യം വന്നാൽ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അത് തിരുത്തുകയാണ് ബുദ്ധി. ഞാൻ ചോദിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് UDF നിങ്ങളിപ്പോ ഈ മദ്യനിരോധനം അത്രയും ജനങ്ങളെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരുന്നുവെങ്കിൽ UDF ഇവിടെ ജയിക്കണ്ടേ? എന്താ ഇവിടെ ജയിച്ചില്ല? അപ്പൊ സ്വാഭാവികമായും ആ ജയത്തിന്റെ പരാജയത്തിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ മദ്യനിരോധനം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ജനവിഭാഗത്തിന്റെ പിന്തുണയുണ്ട്. ആ പിന്തുണ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ബാർ ഉടമസ്ഥന്മാരായാലും അത് മദ്യപിക്കുന്നവരായാലും ആ മദ്യമേഖലയുമായി വ്യവസായവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനലക്ഷങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അവരുടെയൊക്കെ വോട്ട് കോൺഗ്രസിനെതിരായി വന്നു എന്നത് ഒരു പരാജയ കാരണത്തിന്റെ അടിസ്ഥാനമായ ഒരു കാരണം തന്നെയാണ്. അത് ആര് പറഞ്ഞാലും നിഷേധിക്കപ്പെടുന്ന ഒരു വസ്തുതയല്ല. വസ്തുതയായി ഉൾക്കൊള്ളണം. അനുഭവത്തിൽ തെറ്റു തിരുത്തണം. ഒരു പാർട്ടി ആയാലും മുന്നണി ആയാലും എടുത്ത തീരുമാനത്തിൽ അത് ശരിയോ തെറ്റോ എന്നായാലും റിസൾട്ടിൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും തിരുത്താതിരിക്കുന്നത് ഒരു പാർട്ടിയുടെയും മുന്നണിയുടെയും ഒരു നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളുമല്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് തിരുത്തണമെന്ന് തോന്നിയാൽ തിരുത്തണം. അതിന്റെ അകത്ത് അന്നൊരു തീരുമാനം എടുത്തുപോയി ഇനിയെങ്കിലും മാറ്റിയാലും ദുരഭിമാനത്തിനൊന്നും പ്രശ്നമില്ല. ഇവിടെ ഈ തീരുമാനം തെറ്റാണെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അത് തിരുത്തേണ്ട പുനഃപരിശോധന പാർട്ടി നടത്തേണ്ടി വരും. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി ഫോറത്തിലാണ് അതിന്റെ ചർച്ച. അതുകൊണ്ട് അവിടെ അത്രമാത്രം വിഷയത്തിൽ ഒതുക്കുന്നു. റൈറ്റ്, അതാണ് ഫാദർ ജിമ്മി. വളരെ വ്യക്തമാണ്, ക്ലാരിറ്റി ഉണ്ട് കെ സുധാകരനെ സംബന്ധിച്ച്. അതായത് പുതിയ സർക്കാരാണ് പുതിയ നയം എടുക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു നയ തീരുമാനം ഉണ്ടാകുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. കാരണം കോൺഗ്രസിന് തന്നെ അവരെടുത്ത നയം തെറ്റിപ്പോയി എന്ന ഉറച്ച ബോധ്യം ഇപ്പോഴുണ്ട്. ആ ഒരു തലത്തിൽ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ സഹതാപം തോന്നുന്നുണ്ട് ഈ ഒരു അവസ്ഥയോട്. കോൺഗ്രസ് പരാജയപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് വിലയിരുത്തുമ്പോൾ മദ്യനയം അതിൻ്റെ ഒരു കാരണമായിരുന്നു എന്ന് അവർ കണ്ടെത്തി എന്നാണല്ലോ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മദ്യനയം അതിലൊരു കാരണമായിരുന്നു, അഴിമതി ഒരു കാരണമായിരുന്നു,
അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ധാരണയോ തെറ്റിദ്ധാരണയോ ഒക്കെ കാരണങ്ങളായിട്ട് വന്നിട്ടുണ്ടാകും. ജയിച്ചാൽ ഇതെല്ലാം പിന്നെയും നടത്താമെന്നാണോ? അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോയത് കൊണ്ട് ഈ മദ്യനയത്തെപ്പറ്റി, അപ്പം മദ്യനയം ഇവർ മുന്നോട്ട് വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? വോട്ടിന് വേണ്ടി മാത്രമാണോ നമ്മൾ ഈ മദ്യനയം എന്ന് പറയുന്നൊരു സംഗതി മുന്നോട്ട് വയ്ക്കുന്നത്? അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നേയില്ല, ഇനിയും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം മദ്യനയം പോലെയുള്ള സംഗതികൾ സാമൂഹ്യ തിന്മകൾക്കെതിരെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്. ബഹുമാന്യനായ ആനത്തലവട്ടം ആനന്ദനൊക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാം മനസ്സിലുള്ളത് ഇതുപോലുള്ള സാമൂഹ്യ തിന്മകളെ ചെറുക്കണം എന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ ചെറുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾക്കൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിക്കോട്ടെ. ഇവർ രാഷ്ട്രീയക്കാരാണ്, തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയമായ നേട്ടമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അവരുടെ അജണ്ടയോ ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വോട്ട് ബാങ്ക് മാത്രമാണ് നമ്മുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാമൂഹ്യ തിന്മകൾ എങ്ങനെ മാറാൻ പറ്റും? അല്ല, ഇപ്പോൾ FL3 ലൈസൻസ് ബാറുകൾക്ക് കൊടുക്കുകയാണ് വീണ്ടും എങ്കിൽ ശക്തമായ സമരം നടത്തുമോ? നിങ്ങൾ നടത്തുമോ? സഭ സമരം നടത്തുമോ എന്നുള്ളതല്ല, മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള സകലവിധ സമ്മർദ്ദങ്ങളും മുൻപെന്നതുപോലെ തന്നെ സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് നമ്മൾ കരുതണം. മുൻപുണ്ടായ സമ്മർദ്ദം ഈ സർക്കാരിൻ്റെ കാലത്ത് വിജയിക്കണമെന്നില്ല. മുൻപ് ഇതുപോലെ ഒരു മദ്യവിരുദ്ധ പരിപാടിയിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ തന്നെ VM സുധീരൻ സർക്കാരിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നു. അവിടെ മദ്യമുതലാളിമാരെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്നൊരു സമവാക്യം രൂപം കൊള്ളുന്നു. സ്വാഭാവികമായും ഇങ്ങനൊരു നിലപാടിലേക്ക് പോകേണ്ടി വരുന്നു. പുതിയ സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവർ അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയുമില്ല. അത് അവിടെ പഴയ സർക്കാരെന്നോ പുതിയ സർക്കാരെന്നോ നയമെന്നോ ഒന്നും നമുക്ക് വ്യത്യാസമില്ല. ഇതിനകത്തൊരു രാഷ്ട്രീയം കൂട്ടി കലർത്തണ്ട, മനസ്സിലായി? ഞാൻ അതുകൊണ്ടാണ് ഈ പറയുന്നത്, നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിക്കോട്ടെ, കാരണം അതുണ്ടാകണമല്ലോ. അവർ രാഷ്ട്രീയക്കാരാണ്, അവരവരുടെ അജണ്ട അവതരിപ്പിക്കുന്നു. പക്ഷെ ഒരു സാമൂഹ്യ തിന്മയെ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവിടെ ജയപരാജയങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ മാത്രം മാനദണ്ഡം ഒരു സാമൂഹ്യ തിന്മയുടെ പുറകിലേ നമ്മൾ കാണരുത് എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. ശരി, അതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, രമേശ് ചെന്നിത്തല ആലോചിക്കാതെ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു പോയതല്ല എന്നിപ്പോൾ വ്യക്തമാവുകയാണ്. കോൺഗ്രസിൽ അദ്ദേഹത്തിൻ്റെ പക്ഷത്തുള്ള ഏറ്റവും ശക്തനായ നേതാവ് K. സുധാകരൻ അങ്ങേയറ്റം വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ എന്താണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് അതിനപ്പുറത്ത് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ ഒരു പൊതുവികാരമോ ഭൂരിപക്ഷ അഭിപ്രായമോ ആണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ മദ്യനയത്തിൽ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് കോ മാറുകയാണ്. നേതാക്കൾ അവരുടെ സ്വന്തം അഭിപ്രായം പറഞ്ഞ് മുൻപ് ഉണ്ടാക്കി വെച്ച, സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിലപാടിനെ മാറ്റുകയാണെന്ന് നമ്മൾ കരുതണോ? ശരിയാണ് അഭിലാഷ്. ബഹുമാനപ്പെട്ട K. സുധാകരൻ്റെ വാക്കുകൾ വളരെ ശക്തമായ വാക്കുകൾ, നിലപാട് വളരെ വ്യക്തം. ആ സംസാരത്തിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. അത് വെറുതെ ഒരു എക്സ്റ്റംപോർ പ്രസംഗമായിരുന്നില്ല, വെറുതെ കയറി വന്ന് പറയുകയായിരുന്നില്ല. അദ്ദേഹം വ്യക്തമായി ഒരു ഗൃഹപാഠം ചെയ്ത ശേഷം ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രമേശ് ചെന്നിത്തല പറഞ്ഞതും ഉറച്ച മനസ്സോടുകൂടി തന്നെയാണെന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് കോൺഗ്രസിനകത്തെ ഇപ്പോഴുള്ള സംഘർഷം അതൊരു പുതിയ തലത്തിലേക്ക് കടക്കുന്നു എന്നാണ്. അങ്ങനെ വരുമ്പോഴേക്ക് ഒരുപക്ഷെ മദ്യനയത്തെ ചൊല്ലി കോൺഗ്രസിൽ ഒരു സംഘർഷത്തിന്റെ പുതിയ യുദ്ധമുഖം തുറക്കും. അതിനുള്ള സാധ്യതകൾ ഏറെയാണ് അഭിലാഷ്. ബഹുമാനപ്പെട്ട അച്ഛനോട് എനിക്ക് 2 വാക്കുകൂടെ പറയാനുണ്ട്. അതായത് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് അഭിലാഷ് കാണുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്ന ഏത് നടപടിയും കുറയ്ക്കണം, യാതൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട K. സുധാകരൻ പറഞ്ഞതുപോലെ ഞാനും മദ്യപാനിയല്ല. എൻ്റെ സമുദായം, ഞാനൊന്ന് പറയട്ടെ, ഇവിടെ മാമോദീസായിക്കും കല്യാണത്തിനും മദ്യം വിളമ്പുന്ന സമുദായങ്ങളില്ലേ ബഹുമാനപ്പെട്ട ജിമ്മി അച്ഛ കേരളത്തിൽ? അച്ഛൻ്റെ സമുദായക്കാരില്ലേ? അത് നിയന്ത്രിക്കാൻ അച്ഛന് കഴിഞ്ഞിട്ടുണ്ടോ? അച്ഛൻ്റെ സമുദായ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? കത്തോലിക്ക സമുദായത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയാം, ഇവിടെ പെന്തിക്കോസുകാരുണ്ടല്ലോ, ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു പ്രധാനപ്പെട്ട ആൾക്കാർ, ക്രിസ്ത്യൻ സമൂഹത്തിലെ പെന്തിക്കോസുകാരിൽ മദ്യം കഴിക്കുന്നത് 0% ആണ് വെച്ചാൽ ഒറ്റയാൾ പോലും. എനിക്ക് കുറേ പെന്തിക്കോസുകാരെ അറിയാം, ഒറ്റയാൾ പോലും എൻ്റെ അച്ഛാ മദ്യം കഴിക്കത്തില്ല. കാരണം എന്താ? ആ സമുദായ നേതൃത്വം ശക്തമായ ശിക്ഷണം നൽകുന്നത് കൊണ്ടാണ് വെച്ചാൽ. എന്തുകൊണ്ട് കത്തോലിക്ക സമുദായത്തിന് ആ സമുദായത്തിലെ അംഗങ്ങളെ മദ്യത്തിൽ നിന്ന് പിന്മാറ്റാൻ പറ്റുന്നില്ല? സമുദായ നേതൃത്വത്തിന്റെ കുഴപ്പം അത് സർക്കാരിന്റെ മേലും സമൂഹത്തിന്റെ മേലും അടിച്ചേൽപ്പിക്കാൻ നോക്കുകയല്ലേ നിങ്ങളൊക്കെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മദ്യപിക്കുന്നയാളല്ല,
പക്ഷേ വേറൊരാൾക്ക് മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്തില്ല. അതാണ് സുന്ദരമായ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം, അതാണ് മതേതരത്തിന്റെ സൗന്ദര്യം. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ നമുക്ക് തോന്നുന്നത് ഒരു സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ അച്ഛനീ പറയുന്ന ഒരു ദ്രോഹമുണ്ടല്ലോ, വലിയ ഒരു സമൂഹദ്രോഹമായിട്ട് മാറും. അത് ആപത്താണ്, കേരള അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകും. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ കെ സുധാകരൻ 2 വർഷം മുൻപ് 2014 ഓഗസ്റ്റ് മാസത്തിൽ VM സുധീരൻ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തിയ ഒരു പ്രസംഗം, അതാണ് പിന്നീട് ഈ മദ്യനയത്തിൻ്റെ രൂപീകരണത്തിലേക്ക് തന്നെ നയിച്ചത്. അന്ന് UDF സർക്കാർ ഉണ്ടായിരുന്ന വേളയിൽ കോൺഗ്രസിനകത്ത് മദ്യ മുതലാളിമാരെ അനുകൂലിക്കുന്നവരെന്നും എതിർക്കുന്നവരെന്നും എന്നുള്ള 2 ചേരികളോ 2 ദ്വന്ദ്ങ്ങളോ രൂപീകരിക്കപ്പെട്ടു. ഒരു യുക്തിഭദ്രമായ അഭിപ്രായം പറയുന്ന ആൾ പോലും, അതായത് മദ്യനിരോധനം വേണമെന്ന അഭിപ്രായം പറയാത്ത ആളൊക്കെ മദ്യ ലോബിയുടെ ആളായി മുദ്ര കുത്തപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ ഒരു 2ാം മദ്യയുദ്ധം തുടങ്ങുകയാണോ എന്ന സംശയം ഇപ്പോൾ നേതാക്കളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ട്. മദ്യ യുദ്ധമൊന്നും തുടങ്ങേണ്ട കാര്യമില്ല. ഞാനിതിനകത്ത് പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു എടുക്കുന്ന നടപ്പിലാക്കുന്ന ഒരു തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ പ്രാവർത്തികമാകണം. ഞാനിപ്പോ അച്ഛൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു സാമൂഹ്യ തിന്മക്കെതിരെ നമ്മളൊരു നടപടി സ്വീകരിക്കുമ്പോഴും അത് വോട്ട് നോക്കിയാണോ ചെയ്യുക? അല്ല, ഒരിക്കലുമല്ല. വോട്ട് മാത്രം നോക്കിയല്ല ചെയ്യുന്നത്. നമുക്ക് സാമൂഹ്യ തിന്മക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ നടത്തും. സാമൂഹ്യ തിന്മക്കെതിരെയുള്ള പോരാട്ടത്തിന് കോൺഗ്രസ് ഏത് കാലവും പ്രഖ്യാപിച്ച നയമെന്ന് പറയുന്നത് മദ്യ നിരോധനമല്ല, ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരിക എന്നതാണ്. ഒരിക്കലും കോൺഗ്രസ് അല്ലാത്തൊരു തീരുമാനമെടുത്തിട്ടില്ല. ഇവിടെ കേരളത്തിൽ KPCC പ്രസിഡന്റിന്റെ നിഷ്കർഷതയ്ക്ക് മുമ്പിൽ വഴങ്ങി ആ ഒരു തീരുമാനത്തിലോട്ട് കോൺഗ്രസും UDF പോയപ്പോ അന്നും അതിൻ്റെ അകത്ത് അതിശക്തിമത്തായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിട്ടുണ്ട്. പൊളിറ്റിക്കൽ ലൈസൺ കമ്മിറ്റിക്കകത്ത് 15 പേരുള്ള കമ്മിറ്റിക്കകത്ത് 15 പേരും ഈ മദ്യനിരോധനം ടോട്ടലി അങ്ങനെ നിരോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ്. പക്ഷേ തീരുമാനം KPCC പ്രസിഡന്റിന്റെ തീരുമാനമാണ് പുറത്തു വന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അതിനകത്ത് ഭൂരിപക്ഷം നോക്കുന്നതിനേക്കാളേറെ ഒരു സമൂഹത്തിന്റെ നന്മക്കടിസ്ഥാനമാക്കി തന്നെ തീരുമാനമെടുക്കാം. ഇപ്പോൾ നമ്മൾ മദ്യം നിരോധിച്ചു, എന്തുകൊണ്ട് ഈ മദ്യത്തിന്റെ ഉപഭോഗം കൂടി? നമ്മളത് കാണണം. എന്തുകൊണ്ട് മദ്യത്തിന് ഉപഭോഗം കൂടി? മറുഭാഗത്ത് പ്രചരണം കൊണ്ട് ജനമനസ്സുകളെ മാറ്റാൻ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ജനമനസ്സിന്റെ അകത്ത് ഈ മദ്യത്തിനെതിരെയുള്ള അതിന്റെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും ദോഷങ്ങളും പാർശ്വ ഫലങ്ങളും ഒക്കെ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഒരു സമൂഹത്തെ കൊണ്ട് ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന നടപടിയിലേക്ക് പോകാതെ ഒരു ഇരുമ്പ് ദണ്ട് പോലെ ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനമനസ്സിനെ സ്വാധീനിക്കാനും അവരെ മാറ്റി പരിവർത്തനം ചെയ്യാനും നമുക്ക് സാധിക്കില്ല. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ഒരു ഭാഗത്ത് ഇതിന്റെ ഉപഭോഗം കുറക്കാനുള്ള നിയമ നടപടികൾ, മറുഭാഗത്ത് പ്രചരണത്തിലൂടെയുള്ള ഒരു ജനമനസ്സുകളെ മാറ്റിയെടുക്കാനുള്ള പ്രക്രിയ. അതാണ് താങ്കൾ ഊന്നുന്ന പോയിന്റ്. ഫാദർ, ഇവിടെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. സഭയ്ക്ക്, സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താം, പക്ഷേ സർക്കാരിനെ കൊണ്ട് നിരോധനം അടിച്ചേൽപ്പിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. സഭയ്ക്ക് തന്നെ മദ്യം നടത്തുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ മദ്യ സൽക്കാരം നടത്തുന്ന വേളകളിൽ ആ കുടുംബങ്ങൾക്ക് കൂതാശ നൽകില്ല എന്ന് തീരുമാനിച്ചാൽ പോരെ? പിന്നെ ഈ മാമോദീസായ്ക്കും ശവവടക്കിനും കല്യാണത്തിനും ഒന്നും മദ്യം വിളമ്പുന്ന ഏർപ്പാടുണ്ടാവില്ലല്ലോ. ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് സാർ പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു കേട്ടോ. കാരണം അതൊരു യാഥാർത്ഥ്യമല്ലെന്നൊന്നും പറയുകയോ അല്ല, അങ്ങനെ പറയുന്നതല്ല ഞാൻ. അവിടെയാണ് പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ പുകവലിയുടെ കാര്യം പറഞ്ഞല്ലോ, പുകവലി നിരോധിച്ചു, പുകവലിയുടെ കാര്യം നമ്മൾ പറയുന്നു, പുകവലി ഇന്ന് ഇല്ല എന്ന് പറയുന്നു. അതിനകത്ത് 2 വശങ്ങളുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുധാകരൻ പറഞ്ഞതാണ് അതിൻ്റെ അകത്തെ കാര്യം. അതായത് ഈ 2 വഴിയിലൂടെ നമുക്ക് പോകാം. ഒന്ന്, നമുക്ക് ബോധവൽക്കരണ പ്രക്രിയയിലൂടെ അതില്ലാതാക്കാം. അഭിലാഷിന് തോന്നുന്നുണ്ടോ ഇന്നിവിടെ ഈ പുകവലി ഇല്ലാതായത് ബോധവൽക്കരണം കൊണ്ടോ ആളുകൾ മനസ്സിലാക്കിയത് കൊണ്ടോ മാത്രമാണെന്ന്? അതിനൊരു കോടതി വിധിയുണ്ട്, ഹൈക്കോടതി ജസ്റ്റിസ് നാരായണക്കുറുപ്പിന്റെ ഉത്തരവുണ്ട് അതിനകത്ത്. എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ജേക്കബ് സാറ് പറഞ്ഞത് പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പുമായിട്ടാണ്. അതൊരു വെറും മൈനോറിറ്റിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കത്തോലിക്ക സഭ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പോൾ എറണാകുളത്ത് തന്നെ വളരെ കുറച്ച് ആളുകളുള്ള ഒരു സമൂഹമായിട്ട് അത് വരുന്നുണ്ട്. പക്ഷേ അവിടെ ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഒരുപക്ഷെ നമുക്കത് ബോധവൽക്കരണ പ്രക്രിയ നടക്കാഞ്ഞിട്ടല്ലത്. ബോധവൽക്കരണ പ്രക്രിയ നടക്കുന്നുണ്ട്.
പക്ഷേ അവിടെ നമുക്കിപ്പോൾ ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് ഇതെടുത്ത് വെക്കുന്നത് എന്താണെന്നറിയാവോ? ഇവിടെ ഞാൻ സാറ് ചോദിച്ച ചോദ്യത്തിൻ്റെ അതേ മറുപടിയായിട്ടല്ല ഞാൻ പറയുക, ഞാനൊരു കോമൺ പ്രിൻസിപ്പിൾ പറയുകയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് ക്രൈസ്തവൻ മദ്യപിക്കുന്നതിനെ പറ്റിയോ മുസ്ലിം മദ്യപിക്കുന്നതിനെ പറ്റിയോ ഹിന്ദു മദ്യപിക്കുന്നതിനെ പറ്റിയോ അല്ല. ഒരു കോമൺ ആയിട്ടുള്ള ഒരു കൺട്രോൾ അതിനേർപ്പെടുത്താൻ ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ അതിന് സർക്കാർ തന്നെ വേണം. ശരി, അതുകൊണ്ടാണ് സർക്കാരിനെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, താങ്കളാണ് ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി. ഇവിടെ ബോധവൽക്കരണം കൊണ്ട് മദ്യവർജനം വേണം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം എന്ത് കാര്യം? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പുകവലിയുടെ കാര്യത്തിൽ ജസ്റ്റിസ് നാരായണക്കുറുപ്പിൻ്റെ വിധിക്ക് ശേഷം അതിശക്തമായ തരത്തിൽ ഇപ്പോൾ പൊതുവഴിയിൽ നിന്ന് സിഗരറ്റ് വലിച്ചാൽ പോലീസ് പിടിക്കും എന്ന് നില വന്നപ്പോൾ സ്വാഭാവികമായും പോലീസ് പിടിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകളൊക്കെ അങ്ങനെ പൊതുസ്ഥലത്തെങ്കിലും പുകവലിക്കുന്നത് നിർത്തുകയും ക്രമേണ അതിനൊരു കുറവുണ്ടാവുകയും ചെയ്തു. അവിടെയും ഒരു നിരോധനം എന്നുള്ളതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ എക്സൈസ് മന്ത്രി ഒരു പരിപാടിയിൽ പറയുന്നു മദ്യം വാങ്ങാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കി ഈ മോളുകൾ അങ്ങനെയുള്ള ഷോപ്പിംഗ് സെൻറ്ററുകൾ വഴി മദ്യം വിതരണം ചെയ്യുന്ന അനുഭവം ഉണ്ടാക്കും എന്ന്. അങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ ക്യൂ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഗോപ്യമായ ഇടങ്ങളിൽ പോയി മദ്യം വാങ്ങി കഴിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ മാറി ആളുകൾക്ക് ഷോപ്പിംഗ് മാളിൽ പോകുന്ന ആളുകൾക്കൊക്കെ മദ്യം വാങ്ങാമെന്നുള്ള നില വരും. അപ്പോൾ നമുക്കുണ്ടാകുന്ന സംശയം ഈ സർക്കാരിൻ്റെ നയത്തോടുകൂടി മദ്യ ഉപഭോഗം വർദ്ധിക്കുമോ എന്നുള്ളതാണ്. മദ്യോപഭോഗം ഇപ്പോഴും വർദ്ധിച്ചിട്ടുണ്ട്. അത് ഇവിടെ പുകവലിയുടെ കാര്യം പറഞ്ഞല്ലോ, നിയമം കൊണ്ട് നിരോധിക്കൽ മാത്രം അതുകൂടി ഉള്ളത് കൊണ്ടാണ് നടന്നതെന്ന്. ഞാൻ ചോദിച്ചേ, പുകവലിയുടെ ആപത്തിനെക്കുറിച്ച് നൂറ്റാണ്ട് കാലമായി നടത്തുന്ന പ്രചരണമല്ലേ? പഴയ സിനിമാ കൊട്ടകളിൽ സ്ലൈഡ് ഇടുക, മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വരുന്ന മരുന്നിൻ്റെ പുറത്തെഴുതുക, ഡോക്ടർമാരുടെ കുറിപ്പടികളിൽ ഇത് ക്യാൻസറിന് ഇടവരുത്തുമെന്നുള്ള പ്രചരണം, ഇതെല്ലാം കണ്ട് മനുഷ്യൻ വേണ്ടെന്ന് വെച്ചാലേ മരിക്കാനിട ആരെങ്കിലും പോയി ഇത് വാങ്ങിച്ച് മരിക്കുമോ? എത്ര വ്യാപകമായ പ്രചരണം 50 വർഷക്കാലമായി നടത്തി, ടെലിവിഷനിൽ, സിനിമയിൽ, എല്ലാത്തിലുമൊക്കെ. അങ്ങനെ ബോധവൽക്കരിച്ചുകൊണ്ട് മദ്യത്തിൻ്റെ ആപത്ത് ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ജനങ്ങളെ എന്നല്ലാതെ നിരോധിച്ച് ലോകത്തെവിടെങ്കിലും നിരോധനം ഏർപ്പെടുത്തി ഏതെങ്കിലും ഒരു കാര്യം നടപ്പാക്കിയിട്ടുണ്ടോ? ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ നടന്ന എന്ത് ചെയ്യും? സാമൂഹ്യ നന്മയും സാമൂഹ്യ നീതിയും ആരുടെയും കുത്തകയല്ല. അത് സമുദായ സംഘടനകൾക്കോ മതനേതാക്കന്മാർക്കോ മാത്രം നടപ്പാക്കാൻ കഴിയുന്നതല്ല. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്കും രാഷ്ട്രതന്ത്രജ്ഞന്മാർക്കും സാമ്പത്തിക വിദഗ്ധന്മാർക്കും മാത്രമേ ഒരു സമൂഹത്തിൽ സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ സാധിക്കൂ, സാമൂഹ്യ നീതി കൈവരിക്കാൻ സാധിക്കൂ. അത് മനസ്സിലാക്കാതെ ഏതെങ്കിലും മതമേധാവികളോ സാമുദായിക നേതാക്കന്മാരോ ഞങ്ങളാണ് സാമൂഹ്യ നീതി നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞ് നടന്നാൽ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. തീർച്ചയായും ഒരിക്കൽ കൂടി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് സജീവ ചർച്ചയായി വരികയാണ്. 2 വർഷം മുൻപ് ഇതുമാതിരി ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഭൂകമ്പം പോലെ വന്ന മദ്യനയം 2 വർഷം കഴിഞ്ഞ് ഒരു പുതിയ സർക്കാർ വരുമ്പോൾ വീണ്ടും മൂർത്തമായ ഒരു രാഷ്ട്രീയ വിഷയമായി വരുന്നു. വരുന്ന ദിവസങ്ങളിലും ഇത് ചർച്ച ചെയ്യേണ്ടി വരും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ കെ സുധാകരൻ, ശ്രീ കെ അച്യുതൻ, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ജേക്കബ് ജോർജ്, ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്.